കേരളം ഇപ്പോ നിതി ആയോഗ് തന്നെ ആരോഗ്യരംഗം അതുപോലുള്ള സാമൂഹിക സുരക്ഷാ ഇൻഡെക്സുകളിൽ കേരളം മുന്നിലാണ് ഈ പ്രാവശ്യവും നിതി ആയോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് കിട്ടിയ അംഗീകാരമാണ് എന്നൊക്കെ പറഞ്ഞ് വീണ ജോർജ് പറയുകയും തന്നെ വിമർശിച്ചവരുടെ നാവ് അടപ്പിക്കുകയും ചെയ്തു, വായടപ്പിക്കുകയും ചെയ്തു ഇത് കാട്ടിക്കൊണ്ട്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഒരിക്കൽ കഴിഞ്ഞ വർഷം നിപ്പ വൈറസിനോട് കേരളം പൊരുതി ജയിച്ചു എന്നുള്ള മട്ടിലൊരു അവകാശവാദവുമായി വീണ ജോർജ് നിപ്പയെ നമ്മൾ കീഴടക്കി, നിപ്പ പ്രശ്നം പരിഹരിച്ചു. ഇതാ ഇപ്പോ വീണ്ടും മലപ്പുറത്ത് വളരെ ആധികാരികമായിട്ട് വിശ്വസിക്കാം, അവിടെ വീണ്ടും ഒരു കൊച്ചുകുട്ടിക്ക് നിപ്പ വൈറസ് ബാധയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കടുത്ത പനിയാണ്, ആ കുട്ടി നിപ്പ വൈറസിന്റെ പിടിയിലാണ്. ഈ നിപ്പ പോയിട്ടില്ല, വവ്വാലും പോയിട്ടില്ല. നമ്മൾ ഈ പക്ഷിപ്പനിയൊക്കെ വന്നപ്പോൾ വ്യാപകമായിട്ട് പക്ഷികളെയൊക്കെ കൊന്നു. വീട്ടിൽ വളർത്തുന്ന താറാവ് കർഷകരുടെ, അതുപോലെ കോഴി വളർത്തുന്നവരുടെ, പൗൾട്രി ആയിട്ട് വളർത്തുന്നവരുടെ ഒക്കെ പക്ഷികളെ കൊന്നു നശിപ്പിച്ചു. ഇവിടെയൊക്കെ നമ്മൾ പൊതുവെ ഒരു കാണുന്ന പാറ്റേൺ, കൂട്ടമായിട്ട് എവിടെയൊക്കെ ഇതിനെ വളർത്തുന്നുണ്ടോ അവിടെയൊക്കെ ഈ അസുഖങ്ങൾ വരുന്നു, വ്യാപിക്കുന്നു. അത് തന്നെയാണ്, ആ പാറ്റേൺ തന്നെയാണ്. അല്ല ദേശാടന പക്ഷികളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജൈവമായിട്ടുള്ള രീതിയിലാണ് ദേശാടന പക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൃത്രിമമായിട്ടൊന്നുമില്ല. നമ്മൾ കൃത്രിമമായിട്ട് ഈ എണ്ണം കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവിടെ ഇതിന്റെ ബാധ വളരെ കൂടുന്നു. നമുക്കറിയാം മാഡ് കൗ ഡിസീസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലൊക്കെ വ്യാപകമായത് അവിടെ ഈ പശുക്കളുടെ പാല് ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് അവയ്ക്ക് ഇറച്ചി കൊടുത്തതോടുകൂടിയാണ് നമുക്കറിയാം. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആഹാര രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവ ഇങ്ങനെ ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ തന്നെ കാണിക്കാൻ തുടങ്ങി. താളം തെറ്റുന്നു, ആ ജൈവ താളം തെറ്റുക, അതാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ അവിടെ എന്താ ജൈവ താളം തെറ്റിയിട്ട് ജനസംഖ്യ കൂടുതലാണ്. മലപ്പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ വളരെയധികം പെട്ടെന്ന് ജനസംഖ്യ കൂടുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള രോഗാതുരത ഉണ്ടാവും. രോഗാതുരത ജനസാന്ദ്രതയോട് ചേർന്ന് തന്നെ രോഗാതുരതയും കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരിയായിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസം അവർക്ക് നൽകണം, അതുണ്ടാവുന്നില്ല. ആരോഗ്യ നിലവാരം പുലർത്താൻ വേണ്ടി ജാഗ്രത അവരോട് കാണിക്കണം. ഈ ജനസാന്ദ്രത കൂടുതലുള്ളിടത്ത് കൂടുതലായിട്ട് ഇതുപോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും അറിയാൻ നമ്മൾ ഇതിനോടെല്ലാം പടവരുത്തി ജയിച്ചു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നു. ഇനി ജയിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന്റെ വൈറസ് ഇപ്പോഴും ഉണ്ട്. ഈ വവ്വാലുകൾക്കുള്ളിൽ അവരുടെ സലൈവയിൽ തന്നെ ഈ വൈറസ് നിലനിൽക്കുന്നു, നിപ്പ വൈറസ് നിലനിൽക്കുന്നു. ഇതൊക്കെ സാമാന്യമായിട്ട് ഇപ്പൊ ജന്തുശാസ്ത്രം അറിയാവുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതിന് ഒരു പ്രതിരോധം എന്ന് പറഞ്ഞ വവ്വാലുകളെ ഇല്ലാതാക്കുക എളുപ്പമുള്ള കാര്യമല്ല. വവ്വാലുകളെ പിടിക്കാൻ പ്രയാസമാണ്. രാത്രിഞ്ചരന്മാരായിട്ടുള്ള ജീവികൾ, മാമലുകളാണ്. അത് എളുപ്പമാവില്ല. പക്ഷെ ഈ വവ്വാലുകൾ പെരുകുന്ന ഒരു സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്, ഫ്രൂഗിവോറസ് ബാറ്റ്സ് എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെയുള്ള ആ മാമലുകളെ, ആ പക്ഷികളല്ല ശരിക്കും സസ്തനികളാണ്. ആ സസ്തനികളെ അവരുടെ പെരുപ്പം ഇല്ലാതാക്കുക. നമ്മൾ ഈ നായ്ക്കളുടെ പോപ്പുലേഷൻ ABC വഴി നിയന്ത്രിക്കുന്ന പോലെ ഇവയെ നിയന്ത്രിച്ചേ പറ്റും. അപ്പൊ ഇത് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോ ഇത് വലിയ മരങ്ങൾക്കടുത്താണ് ഇവർ ചേക്കേറുന്നു എന്ന് പറയാം. അപ്പൊ വലിയ മരങ്ങളും ഈ ഫ്രൂട്ട് കൃഷിയും അടുത്തടുത്താവാതിരിക്കാനുള്ള ഒരു വലിയൊരു പ്ലാൻ തന്നെ നമുക്ക് നടത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ആ വഴിക്ക് നമ്മൾ ഇതിന്റെ ദീർഘകാല പരിഹാരം, ഇപ്പോ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട് ഈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പക്ഷികൾ കഴിച്ചതിന്റെ പങ്ക് കഴിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസണാണ്. മാങ്ങ ഒക്കെ ഈ വവ്വാലുകൾ കൊത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ അവശിഷ്ടങ്ങൾ കഴിക്കാൻ പാടില്ല, വിൽക്കാൻ വന്നാൽ അതും പാടില്ല. അതിന് കർശനമായിട്ടുള്ള നിയന്ത്രണം, നമ്മൾ ഹോട്ടലുകൾക്കൊക്കെ ഭക്ഷ്യസുരക്ഷ ഏർപ്പെടുത്തുന്ന പോലെ ഒരു നിയന്ത്രണം വേണ്ടി വരുമെന്നാവുന്നു. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഒരു പിഞ്ചു കുട്ടി നമ്മുടെ നെഞ്ചു പിടയ്ക്കുന്ന രീതിയിൽ മരണത്തോട് മല്ലിടേണ്ടി വന്ന് അതിന്റെ കുടുംബത്തിന് ദുഃഖം നൽകുന്നത്. നമുക്ക് ഓർക്കാൻ പറ്റാത്ത നമ്മുടെ ഒരു തരം അനാസ്ഥ കൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഈ നിപ്പ വൈറസ് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ട്. അവിടെ അതിന്റെ ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട്. വൈറസിന്റെ ഒരു പ്രസൻസ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ആ വൈറസിന്റെ പ്രസൻസിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ലത്, പക്ഷെ അതിന്റെ ഇഫക്റ്റ് മനുഷ്യരിൽ എങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആഴത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് അതിനൊരു കോർഡിനേഷനോട് കൂടി അതിന്റെ വിദഗ്ധന്മാരെ വെച്ചിട്ട്
അപ്പൊ ഒരാളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ചില നിഗമനങ്ങളിലെത്തി. ഇപ്പൊ വെച്ച് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഗവേഷണമൊക്കെ നടന്നു, വൈറോളജിസ്റ്റുകളൊക്കെ വന്ന് അവിടെ പരിശോധനകൾ നടത്തി. അപ്പൊ പറഞ്ഞൊരു കാര്യമാണ് വൈറസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ആ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ബാറ്റുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു വലിയ ഏരിയയിലേക്ക് അവ ചേക്കേറുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പ്രത്യേക സ്ഥലത്ത് ലൊക്കേഷനിൽ മാത്രമായിരിക്കില്ല, പറന്നു നടക്കുന്ന പക്ഷികളാണല്ലോ. ഫ്രൂട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് അവ ചേക്കേറാൻ സാധ്യതയുണ്ട്. അതിന്റെ സാധ്യതകളെല്ലാം അടഞ്ഞെങ്കിലേ പറ്റൂ, അല്ലാതെ നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഇത് മാത്രമല്ലല്ലോ, അമീബ മൂലമുള്ള മെനിഞ്ചൈറ്റിസ് വന്ന് മസ്തിഷ്ക ജ്വരം വന്ന ആളുകൾ മരിച്ചില്ല, അവിടെ തന്നെയാണ്, ആ മലബാർ ഏരിയയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ആരോഗ്യത്തിന്റെ ഒരു ശ്രദ്ധ, ആരോഗ്യവകുപ്പിന്റെ ഒരു ശ്രദ്ധ വേണ്ട രീതിയിൽ ജനസാന്ദ്രത വളരെയുള്ള ഈ പ്രദേശത്തേക്ക് ചെല്ലുന്നല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ ചെല്ലണം, അവിടെ ആദ്യം നമ്മുടെ ശ്രദ്ധയെത്തണം, ആ ഭാഗത്ത് ചെല്ലേണ്ടതാണ്. ഇതല്ലെങ്കിൽ ഇതുപോലുള്ള അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ വേണ്ടത്ര ശ്രദ്ധ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെയാണ് അവിടെ ഇപ്പം മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്, കാര്യം ശരിയാണ്. പക്ഷെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവിടെ എത്രമാത്രം ശ്രദ്ധ ചെല്ലുന്നു എന്നുള്ളത് നമ്മളൊരു ആത്മപരിശോധന അവിടെ നടത്തേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തിന് അധികം വന്നിട്ടില്ലാത്ത അസുഖങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ മലപ്പുറം, കോഴിക്കോട് ആ ഒരു ബെൽറ്റിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആഴത്തിൽ വടക്കൻ ജില്ലകളിൽ, പൊതുവെ വടക്കൻ ജില്ലകളിൽ എന്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തേണ്ടതാണ്. നമ്മുടെ ഈ സർവകലാശാലകളുടെ ഗവേഷണ വിഭാഗങ്ങൾക്ക് പിന്നെ എന്താണ് പണി? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണങ്ങൾ അവർക്ക് എന്തുകൊണ്ട് നൽകിക്കൂടാ? വിഷയങ്ങൾക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്താൻ എന്താ പ്രയത്നം? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ചെലവിലൊന്നുമല്ല നമുക്ക് ഗവേഷണങ്ങൾ നടത്താവുന്ന, ആ കാര്യങ്ങൾ ഉണ്ടാവണം. താൽക്കാലികമായ പരിഹാരമല്ല, അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം. ഇങ്ങനെയൊക്കെ നമ്മൾ അധികം കേട്ടിട്ടില്ല. അത് അതേസമയം വന്നു കഴിഞ്ഞാൽ ഭീകരത ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെയാണ് എറണാകുളത്ത് 11ഓളം കേസ് പേര് മരിച്ചു, H1N1 എന്ന് പറയുന്ന പനി വന്നിട്ട്. ഇതിനെക്കുറിച്ചൊക്കെ ശരിയായിട്ട് ഈ മാലിന്യങ്ങൾ വർദ്ധിക്കുന്നതും ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഈ കാര്യങ്ങളിലും പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. ജനസംഖ്യ പെരുകുന്നതും ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ളതും ദീർഘവീക്ഷണമുള്ളതുമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി ആർക്കും, ഒരു കുട്ടിക്കും ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിനൊരു പ്ലാൻ, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ വേണം, SOP വേണം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ നമുക്ക് വേണം. അപ്പൊ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ പരിസരം എങ്ങനെ ഈ ബാറ്റുകളിൽ നിന്ന്, ഈ ഫ്രൂഗിവോറസ് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിൽ നിന്ന്, അതായത് പഴങ്ങൾ കഴിക്കുന്ന വവ്വാലുകളിൽ നിന്ന് എങ്ങനെ കഴിയുന്നതും അകറ്റി നിർത്താൻ പറ്റും, വവ്വാലുകളെ എങ്ങനെ കഴിയുന്നതും അകറ്റി നിർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ കൂടി ഒരു നിർദ്ദേശം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നിർദ്ദേശം ഉണ്ടാവേണ്ടത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നാണ്, വിദഗ്ധരായിട്ടുള്ള ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ആണ്, മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ല. തീർച്ചയായിട്ടും ഇതെല്ലാം കഴിഞ്ഞു എന്ന് മന്ത്രി പറയാൻ പാടില്ല. കാരണം അത് പറയേണ്ടത് ആരോഗ്യ വിദഗ്ധന്മാർ തന്നെയാണ്. ആ തരത്തിലുള്ള ഒരു ആശ്വാസവാക്കും അതുപോലെ തന്നെ പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട. ജനങ്ങൾക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത്, അവരൊന്നും ആരോഗ്യ വിദഗ്ധരല്ല. അതിനെക്കുറിച്ച് ഈ പറയുന്ന ഗൂഗിൾ സർവകലാശാലയിൽ തപ്പിയിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ എടുത്താൽ അത് വലിയ കുഴപ്പമായി തീരും. അതിന് കർശനമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഇവർക്ക് ഉണ്ടായിത്തീരേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ഈ നിപ്പ എന്നൊക്കെ പറഞ്ഞാൽ മരണം കണ്ട് 90% ഉറപ്പാണ്. അവരെ ചികിത്സിക്കുന്നവർക്കും ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു രംഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ അവകാശവാദങ്ങളല്ല, ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉടനടിയുള്ള നടപടികളുമാണ് ഉണ്ടാകേണ്ടത്. ക്ഷമിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടും കണ്ടു കരയേണ്ടതായിട്ടും വരും. അതുകൊണ്ട് ഇത് ഒരു പാർട്ടിയുടെ, ഒരു മന്ത്രിയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ മൊത്തം പ്രശ്നമാണ്. എല്ലാവരും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ സാമൂഹിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള ചിന്തകളിലേക്ക് പോകേണ്ടത്, ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനുകൾ തന്നെ ഉണ്ടാവേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് നമുക്ക് പോയേ മതിയാവൂ. ജാഗ്രത, പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ചെടുക്കേണ്ട കാര്യം.